നമസ്കാരം. അണികൾ മാത്രമല്ല നേതാക്കളും ജയിലിലേക്ക്. ചോരക്കളി നടത്തിയവരെ തീഹാറിലെത്തിക്കുവാൻ ഇഡി. അണികളെ അഴുക്കുള്ളിലാക്കി നേതാക്കൾക്ക് കൈകഴുകാം എന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, അതിന് നടക്കില്ല. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വമ്പന്മാരെ അടക്കം പൂട്ടാനുള്ള നീക്കം നടത്തുകയാണ്. CPM നേതാക്കളുടെ പങ്ക് അത് അന്വേഷിക്കണമെന്ന ആവശ്യവുമായിട്ട് ഇ ഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയാണ് എന്നും അതിനാൽ നേതാക്കളും അകത്താകേണ്ട സാഹചര്യമാണ് എന്നും തീഹാർ ജയിലിൽ ഇവരെ എത്തിക്കുവാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് എന്നതാണ്. അതായത് ഈ അണികളെയൊക്കെ മുന്നിൽ നിർത്തി ചോരക്കളി നടത്തുകയും അടിയുണ്ടാകുമ്പോൾ നേതാക്കൾ സുരക്ഷിത താവളങ്ങളിലേക്ക് വലിഞ്ഞ് കൈകഴുകുകയും ചെയ്യുന്ന പതിവ് CPM ശൈലിക്ക് ഒരു പുതിയ പണി വരുന്നു എന്ന് മാത്രം. നമ്മൾ കണ്ടതാണല്ലോ, ഈ ഡബിൾ എ റഹീമൊക്കെ കുട്ടികളെ കൊണ്ട് SFIയുടെ പേരും പറഞ്ഞ് വലിയ സംഘർഷം ഉണ്ടാക്കിയില്ലേ തിരുവനന്തപുരത്ത്. അതുപോലെ ഇങ്ങനെ പിന്നാമ്പുറത്ത് നിന്ന് അടിയുണ്ടാക്കുകയും അടി എത്രയും ഈ പറയുന്ന കുട്ടികൾ വാങ്ങിക്കിട്ടുകയും അതേസമയം ഇതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുകയും അടി ഉണ്ടാക്കിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത നേതാക്കന്മാർ ഓടി മറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇനി അത് നടക്കില്ല കേട്ടോ, പണി കൊടുക്കും. അതാണ് ഇനിയുള്ള രീതി. CMR കേസിൽ ED റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായതിൽ ED നിലപാട് കടുപ്പിക്കുകയാണ്. ഇതോടെ അണികളെ ജയിലിൽ തള്ളിവിട്ട് രക്ഷപ്പെടാൻ തുനിഞ്ഞ CPM നേതാക്കൾ അടക്കം ഭീതിയിലായി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസില് അണികളെ മാത്രമല്ല അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത CPM നേതാക്കളെയും അഴുക്കുള്ളിലാക്കാനാണ് ഇനി EDയുടെ നീക്കം. ആസൂത്രിതമായി നടന്ന ഈ ആക്രമണം നേതാക്കളുടെ പൂർണ്ണമായിട്ടുള്ള അറിവോടെയും പ്രകോപനത്തെ തുടർന്നുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേതാക്കളെ കൂടി കേസിൽ പ്രതിചേർക്കണമെന്ന കടുത്ത ആവശ്യമാണ് ED ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവർ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ഈ ഗുണ്ടായുസത്തിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. കേസിൽ നേരിട്ട് കക്ഷി ചേരുവാനുള്ള അടിയന്തര തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അക്രമവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ED നേരിട്ട് ശേഖരിക്കുവാൻ തുടങ്ങിയതോടെ പല ഉന്നത നേതാക്കളുടെയും ചങ്കെടുപ്പ് കൂടുകയാണ് എന്നുള്ളതാണ്. അക്രമക്കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ വീടുകൾ CPM നേതാക്കൾ കൂട്ടത്തോടെ സന്ദർശിക്കുന്നതും അവർക്ക് കടുത്ത സംരക്ഷണം നൽകുന്നതും EDയുടെ സംശയങ്ങൾക്ക് ബലം കൂട്ടുകയാണ്. ഇതെല്ലാം അക്രമത്തിൽ നേതാക്കൾക്കുള്ള നേരിട്ടുള്ള പങ്ക് വെളിവാക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ED ഡയറക്ടറേറ്റിന് വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു. വിഷയത്തിൽ സമഗ്രമായുള്ള അന്വേഷണം നടത്തി നേതാക്കളുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് ഡയറക്ടറേറ്റിനോട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തള്ളിയിരുന്നു. EDയെ ആക്രമിച്ചത് അപൂർവമായ കേസ് എന്നും പ്രതികൾ ചെയ്തത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ് എന്നും കോടതി ഉത്തരവിൽ പറയുകയും ചെയ്യുന്നു. ജുഡീഷ്യറിയിൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തേണ്ടതുണ്ട് എന്നും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3 നിന്നുള്ള ടാനി മറിയം ജോസ് ഉത്തരവിൽ പരാമർശിക്കുകയും ചെയ്തു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ആലോചനയിലാണിപ്പോൾ. പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ED സംഘത്തെ ആക്രമിച്ച പ്രവർത്തകരെ ജാമ്യത്തിലിറക്കുവാനുള്ള CPMന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കേസിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. അറസ്റ്റിന്റെ വിവരങ്ങൾ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിക്കാതെ നടപടി ക്രമം തെറ്റിച്ചു. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം പൊതുമുതൽ നശിപ്പിക്കലിന്റെ പരിധിയിൽ വരില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ പ്രതികൾ നിരത്തുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും നിലനിൽക്കില്ല എന്നുള്ള അഡീഷണൽ പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളിയുടെ വാദം കോടതി അംഗീകരിച്ചു. EDയെ ആക്രമിച്ചത് അപൂർവമായ കേസ് എന്നാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത്. അക്രമം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ് എന്നും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് എന്നും കോടതി ഉത്തരവിൽ പരാമർശിക്കുകയും ചെയ്യുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ അന്വേഷണത്തിനെത്തിയ ED സംഘത്തിന് നേരെയുണ്ടായ CPM ആക്രമണം അതീവ ഗൗരവമാണ് എന്ന് വിലയിരുത്തലിലാണ് പോലീസ് തലപ്പത്തുള്ളവർ. അതിനാൽ തന്നെ നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസ് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ആലോചന. ഇതുവരെ 25 പ്രതികളാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതിനിടെ ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് CMR നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കുവാനാണ് EDയുടെ തീരുമാനം. തങ്ങൾക്കെതിരെ കേസെടുക്കാൻ EDക്ക് അധികാരമില്ല എന്നും അതിന് SFIO റിപ്പോർട്ട് മാത്രം പോരെന്നുമാണ് CMR കോടതിയിൽ വാദിക്കുന്നത്. എന്നാൽ SFIO പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് എന്നുമാണ് ED ഈ പറയുന്ന പോലെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം തടയണമെന്ന ഹർജിയിൽ വിധി പറയുന്നവരും ഇവരിന്ന് വെള്ളിയാഴ്ച വരെ കടുത്ത തുടർ നടപടികൾ പാടില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ മുൻ ഉത്തരവ് സ്റ്റേ ചെയ്ത് വാദം കേൾക്കണമെന്ന CMRന്റെ ആവശ്യം എന്നാൽ ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളി. എന്നാൽ ഈ അപ്പീലിൽ കക്ഷിയല്ലാതെ മുഖ്യമന്ത്രിയുടെ മകൾ T വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് EDക്ക് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇല്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കേസിൽ വമ്പൻ സ്രാവുകൾ തന്നെയാണ് ഇനി കുടുങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്.
വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ ഇനി ഇതുപോലുള്ള ഉഡായിപ്പ് പരിപാടികൾ, സമരങ്ങൾ, പ്രോത്സാഹനങ്ങൾ, പ്രേരണകൾ നൽകിയാൽ അണികൾ മാത്രമല്ല അതിന് പ്രേരണ നൽകുന്ന പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കളടക്കം ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട.